ഹലോ. 2 മാസത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇന്ന് സ്കൂൾ ഓപ്പൺ ആവാതെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. പല്ലൊക്കെ തേച്ചിട്ട് ഇതായിരുന്നു ചായ അടിക്കുക. നീ എത്രാം ക്ലാസ്സിലാ മിക്കു? 3-ാം ക്ലാസ്സിലോ? പോടാ കള്ള, സത്യം പറ, എത്രാം ക്ലാസ്സിലെന്ന്? 5. ഇന്ന് UKG. എത്രാം ക്ലാസ്സിലാ? ഇപ്പോഴാ UKG, വലുതാകുമ്പോഴാണ് 3-ാം ക്ലാസ്സിലൊക്കെ ആവുന്നത്. കേട്ടോ? അങ്ങോട്ട് നോക്ക്, അമ്മയെ നോക്ക്. ഇന്ന് ക്ലാസ് ടീച്ചർ ആരാ? അനിത ടീച്ചർ LKGയിലായിരുന്നു. ഇനിയുള്ള ക്ലാസ് ടീച്ചർ ആരാ? UKGയിലെ ക്ലാസ് ടീച്ചർ അമ്മാമ്മ. അമ്മാമ്മയുടെ ക്ലാസ്സിലാണ് ഇനി മിക്കുസ്. അപ്പം മിടുക്കനായിട്ട് പഠിക്കണേ. പഠിക്കോ? കുർത്തക്കേട് കാണിക്കോ? എങ്കിൽ നമുക്ക് വേഗം പോയി റെഡിയാവാം. ഇന്ന് പായസം ഇല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കഴിച്ചിട്ട് വരണേന്ന് പറഞ്ഞു. വേഗം കഴിക്കും. കഴിച്ചിട്ടേ പായസം തരത്തുള്ളൂ. വീട്ടിൽ നിന്ന് ദോശ കഴിച്ചാലേ അവിടെ ചെന്ന് പായസം കിട്ടും. മിക്കൂസ് അവിടെ ഇരുന്ന് ദോശയൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് 8:30 ആകുമ്പോഴേ പോകണം, സ്കൂൾ ഓപ്പൺ ആവുമല്ലേ. അതുകൊണ്ട് അമ്മ ആദ്യമേ പോകും, ഞാൻ പിന്നെ മിക്കുവിനെ കൊണ്ടാക്കും കേട്ടോ. അമ്മ അങ്ങനെ പോയതിൻ്റെ പിറകെ മിക്കൂട്ടം കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. 9:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്താനാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഇപ്പം തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. സാധാരണ എന്നോടെപ്പോഴും അനിയത്തി കാണുന്നതാണ്, പക്ഷെ അവളെ കാല് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയുണ്ട്. ഇന്ന് ഞാനും മിക്കുവും മോളും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കില്ലാതില്ല. അപ്പോൾ രണ്ടുപേരെ റെഡിയാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം അമ്മ വിളിക്കുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ നല്ല വഴക്ക് വരും. ഇങ്ങോട്ട് നിൽക്ക്. ടാറ്റാ. പോയിട്ട് വരാന്ന് പറ. അങ്ങനെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നായിട്ട് എന്തായാലും ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ സ്കൂൾ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ പഠിച്ചതും എൻ്റെ അനിയത്തി പഠിച്ചതും എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അന്ന് ഈ പുതിയ ബിൽഡിംഗ് വന്നിട്ടില്ല, അതിപ്പം കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് മിക്കൂസിൻ്റെ ക്ലാസ്. ക്ലാസ് കണ്ടാൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഈ ക്ലാസ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി തൊപ്പികളും ബുക്കും പെൻസിലും എല്ലാം ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. കൂട്ടത്തിൽ നിധിക്കും കിട്ടിയ ഒരു തൊപ്പി. 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പ്രവേശനോത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. കളികളെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ വന്നിരിക്കുകയല്ലേ. ഏറ്റവും സന്തോഷം. ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞ് റാലിയായിട്ടാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. അവന് റാലിക്ക് നിൽക്കി ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. വേഗം തന്നെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അക്ഷരത്തൊപ്പികളൊക്കെ വെച്ച് കുട്ടികളിങ്ങനെ നടക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. നിധി ഇരിക്കാറായിട്ടില്ല, പക്ഷേ എന്നാൽ ഈ കസേര കണ്ടപ്പോൾ അവളെയും കൂടി ഒന്ന് ഇരുത്തി ഫോട്ടോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ കസേരയിലൊക്കെ ഇരുത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇന്ന് പ്രോപ്പർ ക്ലാസ് ഇന്ന് തൊട്ടല്ല, നാളെ തൊട്ടാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി തിരിച്ചു പോരുന്നു. തിരിച്ച് വന്ന വഴിക്ക് നിധിക്ക് 2 ഡ്രസ്സ് എടുക്കാൻ കയറിയായിരുന്നു. അങ്ങനെ അത്ര മനസ്സിന് പിടിച്ച ഡ്രസ്സുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഉള്ളതിൽ നല്ലത് വെച്ച് 2 എടുത്തുകൊണ്ട് ഇനി പോരുന്നു. ഇട്ടിട്ട് ഉള്ള ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത്. ആടണം. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പം ആൾ നല്ല ടയേർഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവൾ ഇറങ്ങിയ ടൈം കൊണ്ട് മിക്കൂട്ടിന് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഒട്ടിച്ച് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വയ്ക്കുക. നാളെ മുതൽ ഇനി ക്ലാസ് തുടങ്ങുമല്ലേ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമുക്ക് വേഗം തീർക്കുക. അവൾ എണീറ്റ് കഴിഞ്ഞത് ഒന്നും നടക്കത്തില്ല. ആൾ ഇതിനകത്തായിരിക്കും. അവൾക്ക് പേപ്പർ എവിടെ കണ്ടാലും, നമ്മൾ കാണുന്നതിന് മുന്നേ അവൾ കാണും. പേപ്പർ എവിടെ കണ്ടാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെടുത്ത് വായിടാൻ വേണ്ടി. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതെല്ലാം തീർത്ത് വയ്ക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ബുക്കെല്ലാം ഒരുവിധം പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നിധിക്കുട്ടി എണീറ്റിട്ടുണ്ട്. വേറെ ഒന്നും ശ്രദ്ധിക്കാതെ അവൾ ഫസ്റ്റ് ഇതിലോടാണ് കേട്ടോ വെച്ച് പിടിക്കുന്നത്. പേപ്പർ എടുക്കാനും ബുക്ക് എടുക്കാനും അവളൊരു വെപ്രാളം തന്നെ കാണണമായിരുന്നു. ഇതാണ് അവളുടെ മെയിൻ പരിപാടി. എവിടെ പേപ്പർ ഇടന്നാലും എടുത്ത് വായിലിട്ട് കളയും. അങ്ങനെ ബുക്കൊക്കെ പൊതിയിട്ട് മിക്കു ക്ലാസ്സിന് പോകാൻ നല്ല റെഡി ആയിട്ടുണ്ട്. നിധിയെ മിക്കുവിനെ ഒക്കെ നേരത്തെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും എല്ലാവരും കിടന്നു. നാളെ രാവിലെ എണീക്കാനുള്ളതല്ലേ, പഴയ കണക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. നിധി എന്നെയാണ് ഈ തപ്പി പിടിക്കുന്നത്. ഞാൻ അടുത്തുണ്ടോ എന്നാണ് ആൾ നോക്കുന്നത്.
അപ്പോൾ നാളെ തൊട്ട് മിക്കൂസിൻ്റെ UKG ക്ലാസ് തുടങ്ങുകയാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. കാരണം അമ്മാമ്മയുടെ ക്ലാസ്സിലും കൂടെ അല്ലേ ആൾ. അതുകൊണ്ട് ഇനി എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നാളെ നോക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കേട്ടോ മിക്കൂട്ട് എണീറ്റ് റെഡിയായി. 9 മണിക്ക് പോകണം. അമ്മയും റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും കൂടി ഇന്ന് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആൾ റെഡിയായി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ബാഗൊക്കെ റെഡിയാക്കി, ബുക്ക് റെഡിയാക്കി, പെൻസിൽ ബോക്സ്, ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി ആൾ UKG ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മിക്കൂടെ പോകുന്ന കാണുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. കാരണം 2 മാസം നല്ല അടിച്ച് വിളിച്ച് നിന്നേയല്ലേ. പിന്നെ പഠിത്തം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണല്ലോ അല്ലേ. പോയി പഠിച്ച് മിടുക്കനായിട്ട് വരട്ടെ അവൻ. അപ്പോൾ ഇതൊക്കെയാണ് മിക്കൂട്ടിൻ്റെ ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങൾ. സത്യത്തിൽ ഈ വീഡിയോയുടെ ലേറ്റായി പോയെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.